സമാരംഭാം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കം കരോതി വാചാലം ഭംഗം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. എൻ്റെ ഒരു 2 വർഷം മുമ്പ്, എനിക്കൊന്ന് കൊറോണയുടെ ഒരു തുടക്കത്തിന് മുമ്പ് നമ്മളിങ്ങനെ 2-2.5 വർഷം തുടർച്ചയായിട്ടിങ്ങനെ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു. നമ്മളിങ്ങനെ ഈ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇടയ്ക്കെന്തോ അത് രാമകൃഷ്ണ ദേവൻ നിശ്ചയിച്ചതുപോലെ കുറച്ച് നീ ഒന്ന് പഠിച്ചിട്ടൊക്കെ വന്നാൽ മതി, ഇനിയിപ്പം കുറച്ച് ഇടവേള എടുക്കുമെന്നൊക്കെ പറഞ്ഞു വിട്ടാ. അതിനുശേഷം മഠം ഇത് ഏറ്റെടുക്കുന്നു. കുറേ കാര്യങ്ങളൊക്കെ നടന്നു. ഇവിടെ ഉണ്ടായിരുന്ന സ്വാമിജി സമാധിയായി. അങ്ങനെയൊക്കെ സംഭവം നടന്നുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ ഞാനിവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കും, ഇതാരായി നിശ്ചയിക്കുന്നത്? ഇവിടെ കൊണ്ടിരുത്തുക, അമ്മയുടെ പ്രസംഗം കേൾക്കുക, സ്വാമിജിയെ കാണുക, ഇവിടെ വരിക, ഇതൊക്കെ ആരാ നിശ്ചയിക്കുന്നത്? ഇതിനൊരു നിശ്ചയമുണ്ട്. ആ നിശ്ചയം പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ വളരെ താമസിച്ചു പോകും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അല്ലാതെ ഇപ്പോൾ ഈ എല്ലാവരുടെയും ഉള്ളിൽ ഈ ബോധം നിലനിൽക്കുന്നുണ്ട്, പക്ഷെ അത് തിരിച്ചറിയാനുള്ള ആ സാഹചര്യം പലപ്പോഴും കിട്ടുന്നില്ല. അത് ചിലപ്പോൾ പ്രകൃതിയുടെ ഒരു നിയമമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കുക, അങ്ങനെ ആയിരിക്കും. വിഷ്ണാചാര്യനോട് വന്നിരിക്കുന്നു, ഒരു മഹാത്മാവ് ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു കുടുംബത്തിൻ്റെ ആളാണ്. ആ പുണ്യമേ, ആ തപസ്സാണ് അനുഭവിക്കുക. അദ്ദേഹം ഇവിടെ വന്നിരിക്കുക. ലോകം അറിയപ്പെടുന്ന ഒരു ചിത്രകാരനാണ്. പക്ഷേ അതിൻ്റെ മേഖലയിൽ നിന്ന് മാറി ഒരു ആശ്രമത്തിൻ്റെ വന്ന് സന്യാസിയുടെ കൂടെ ഇരിക്കാനുള്ള യോഗം. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നമ്മളാരും നിശ്ചയിക്കാത്ത ഒരു നിശ്ചയത്തിൻ്റെ പേരിലാണ് ഇത് പോകുന്നത്. നമുക്കൊന്ന് അല്പം ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ ആശ്രമത്തിലെ ഈ സത്സംഗം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ഉപദേശമല്ല, നമ്മളിവിടെ ഈ സംസാരവും പ്രസംഗവും ഒന്നും കേൾക്കാനല്ല. ഇവിടെ വന്ന് ഇങ്ങനെ നിശബ്ദമായിട്ടിരിക്കുക. ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിൽ മഹാത്മാക്കളുടെ പുണ്യമുള്ള ഈ ഭൂമിയിൽ വന്ന് നിശബ്ദമായിട്ടിരിക്കുക. കാരണം ശബ്ദമാനമായ അന്തരീക്ഷമാണ് നമുക്ക് എപ്പോഴും ചുറ്റിനുപോയി. എവിടെയാണ്? ഏത് പ്രവർത്തന മണ്ഡലത്തിലും ശബ്ദം വളരെ കൂടുതലാണ്. ആ ശബ്ദം വളരെ കുറവുള്ള ഒരു അന്തരീക്ഷത്തിൽ വന്ന് കുറച്ച് നേരം ഇരിക്കുക. അതാണ് ഒരു അനുഭൂതി. അപ്പോൾ അതിൽ വലിയ പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ലാതെ ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ പറഞ്ഞു, അമ്മ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ കേൾക്കും, പറയിക്കും. ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ശാരദാൻ സ്വാമികൾ പറഞ്ഞതുപോലെ ഇത് ഈ പ്രഭാഷണം ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കും. പാല് തിളയ്ക്കുന്ന പോലെ തിളച്ച് കയറി ഇനി വരും. ചിലപ്പോൾ പ്രസംഗം കേട്ടിട്ടേ ഇച്ചിരി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതടിച്ച് താഴോട്ടൊരു പോക്കുണ്ടോ? ഈ സത്സംഗത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഇതാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ആവേശം തരതല്ലേ. ഇത് ഇവിടുന്ന് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞൊരു ഏമ്പക്കം പോകുമ്പോൾ ഇതിൻ്റെ കൂടെ മൊത്തം സാധനം പോകും. കുറ്റമല്ല. ഇതിൽ ഈ സത്സംഗവും സ്വാധ്യായവും മാത്രമാണ്. അതിൽ ഈ പ്രധാന പ്രശ്നം എവിടെയാണ് സംഭവിച്ചത്? ഈ സ്വാധ്യായത്തിൻ്റെ കുറവാണ്. ഈ സ്വാധ്യായം സർവ്വസാധാരണമായിരുന്ന ഒരു ലോകത്താണ് നമ്മൾ ഒരു കാലത്ത് ജീവിച്ചിരുന്നത്. ആ സ്വാധ്യായത്തിൽ കുറവ് വന്നപ്പോൾ പ്രയാസമുണ്ടായി. ഈ സ്വാധ്യായം തിരിച്ചു കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. ഈ സ്വാധ്യായത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല പലർക്കും. ഈ ജന്മദൗത്യം കൃത്യമായി ബോധ്യമല്ലാത്തവന് ഈ സ്വാധ്യായം ഉണ്ടാവില്ല. അപ്പോൾ ഈ ജന്മം എന്തിനെന്നുള്ളൊരു ചോദ്യം മുന്നിൽ വന്നപ്പോൾ ആ ചോദ്യത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമാധാനം പുതിയ തലമുറയ്ക്ക് യാതൊരു നിവൃത്തിയില്ലാത്ത സമാധാനമാണ് പറഞ്ഞു കൊടുത്തത്. ചിന്മയാനന്ദ സ്വാമികൾ, വിവേകാനന്ദ സ്വാമികൾ വിദേശയാത്ര നടത്തുന്ന സമയത്ത് വളരെ പരിഹാസ രൂപേണ ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പശുവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അദ്ദേഹം വളരെ ലാഘവത്തോടെ പറഞ്ഞു, പശു നിൽക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പശു നിൽക്കുമ്പോൾ അതിൻ്റെ വയറും ഹൃദയവും തലച്ചോറും ഒരേ ലെവലിലാണ്. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നാൽ അവന് തലച്ചോറ് മുകളിൽ നിൽക്കുന്നു, ഉദരം വയറ് താഴെ നിൽക്കുന്നു, ഇതിനിടയിൽ ഹൃദയം നിൽക്കുന്നു. ഈ ഹൃദയത്തിൻ്റെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് ബുദ്ധിയെയും ഈ വയറിൻ്റെ ആവശ്യത്തെയും നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും. ഒരു മൃഗത്തെ സംബന്ധിച്ച് ഇതിന് 3-നും ഒരേ പ്രാധാന്യം. വയറാണോ പ്രധാനപ്പെട്ടത്, ഹൃദയമാണോ പ്രധാനപ്പെട്ടത്, ബുദ്ധിയാണോ എന്ന് അതിന് തിരിച്ചറിവില്ല. ഇതെൻ്റെ ഒരേ ഈക്വൽ ഇമ്പോർട്ടൻസ് എന്ന് പറയില്ലേ. ഇതാണ് മൃഗീയത. ഈ മൃഗീയതയിലാണ് നാം വന്നിരിക്കുന്നത്. ഭാരതീയ മനഃശാസ്ത്രം അനുസരിച്ച് പറഞ്ഞാൽ മനസ്സിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പഠിച്ചവരാണ്. ഫ്രോയിഡിൻ്റെയും യുങ്ങിൻ്റെയും ഒക്കെ കാലത്തിന് എത്രയോ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് മഹർഷി ചിന്തിച്ചത് ഈ മനസ്സിനെക്കുറിച്ചാണ്. മനേവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷവും എന്ന് വസിഷ്ഠൻ ശ്രീരാമചന്ദ്രനെ ഉപദേശിച്ചതിന് ശേഷം എന്താണ് ഈ മനസ്സ് ഇതിനെല്ലാം കാരണം. ഈ മനസ്സ് എന്ന് പറയുന്ന സാധനം ഉള്ളിടത്തോളം കാലം മനസ്സമാധാനം ഉണ്ടാവില്ല എന്ന് തന്നെ പഠിപ്പിച്ചു നമ്മൾ. മനസ്സമാധാനത്തിന് നടക്കുന്ന നമ്മൾ പറയില്ലേ, മനസ്സമാധാനം ഇല്ലാണ്ട് ഈ മനസ്സുള്ളിടത്തോളം കാലം മനസ്സമാധാനം കിട്ടില്ല. ആ മനസ്സിൻ്റെ വ്യവസ്ഥയെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ മനസ്സ് കുഴപ്പമുണ്ടാക്കുന്നതെന്ന് നമ്മളെ പഠിപ്പിച്ച് ഇതിന് വേണ്ടിയിട്ടാണ്.
ഇവിടെയും ഇത് തന്നെയാണ് പ്രശ്നം. ഈ മനസ്സ് തന്നെയാണ് പ്രശ്നം. മനസ്സിൻ്റെ 4 സ്വഭാവവിശേഷങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രബുദ്ധ കേരളം കഴിഞ്ഞൊരു പ്രാവശ്യം മനസ്സെക്കുറിച്ച് മാത്രമായിരുന്നു ഒരു പുസ്തകം. പ്രബുദ്ധ കേരളത്തിൻ്റെ 2022 ഒരു വാർഷിക പതിപ്പ് മനസ്സിനെക്കുറിച്ച് മാത്രമാണ്. പക്ഷെ നമുക്കിതൊന്നും വായിക്കാൻ പറ്റില്ല. മനസ്സിന് 4 സ്വഭാവവിശേഷം. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സ്വഭാവവിശേഷമുണ്ട്. ദാരിദ്ര്യം എന്നൊരു സ്വഭാവമുണ്ട് മനസ്സിന്. ദരിദ്രമായിരിക്കും. ലോകത്ത് കൃത്യമായി മനസ്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട മനുഷ്യനെ മനുഷ്യനാക്കുന്ന മനസ്സിൻ്റെ പ്രവർത്തനത്തെ നിരാകരിച്ചുകൊണ്ട് അതിൻ്റെ യാതൊരു ലക്ഷണവും കാണിക്കാതെ, മനുഷ്യത്വം യാതൊരു ദൃഷ്ടിയിലും പ്രതീക്ഷിക്കാതെ മനസ്സ് വെറും ചാബല്യത്തോടു കൂടി, കുരങ്ങിൻ്റെ ചാബല്യത്തെക്കാളും മോശമായിട്ട് മൃഗത്തെ പോലെ മനസ്സിനെ കൊണ്ടു കിടക്കുന്ന ദരിദ്രാവസ്ഥ. ഇത് ബഹുഭൂരിപക്ഷത്തിൻ്റെ അവസ്ഥയാണ്. നാം ജീവിച്ചു വളരുന്ന അന്തരീക്ഷത്തിൽ നാം വളർത്തിക്കൊണ്ടുവരുന്ന പുതിയ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം അവരുടെ മനസ്സിൻ്റെ ദരിദ്രാവസ്ഥയാണ്. അവർ ദരിദ്രരാണ് മനസ്സുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ആഗ്രഹിക്കാൻ പോലും കഴിയുന്നില്ല, അവർക്കൊന്നും പ്രതീക്ഷിക്കാൻ പോലും കഴിയുന്നില്ല. അവർക്കാകെ പ്രകൃതി സഹജമായ, അതായത് ജനിക്കുക ജീവിക്കുക എന്ന് പറഞ്ഞ ചില പ്രകൃതി നിയമങ്ങളുണ്ടല്ലോ, ആ ബേസിക് നീഡ്സ് എന്ന് പറയും, അതിനെ അവൻ ചിന്തിച്ചാലും ഇല്ലെങ്കിലും അത് നടന്നുകൊണ്ടേയിരിക്കുന്ന മൃഗസ്വഭാവത്തിൽ നിൽക്കുന്ന ദാരിദ്ര്യം. ഈ ദരിദ്രാവസ്ഥയാണ് ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം മനസ്സിൻ്റെ പരിവർത്തനത്തിനെയും നിലവാരത്തിൻ്റെ ഉയർച്ചയെയും വേണ്ട രീതിയിൽ പരിഗണിക്കാതെ മൃഗതുല്യമായി ജീവിക്കാൻ വിധിക്കപ്പെടുന്നൊരു തലമുറ. ആ തലമുറയുടെ മുന്നിൽ നമ്മൾ എന്ത് അവതരിപ്പിച്ചാലും ശരി, പ്രകൃതിജന്യമായ വാസനകൾക്ക് പ്രയോജനപ്പെടുന്നത് മാത്രം സ്വീകരിക്കുകയും ബാക്കിയുള്ളതിനെ നിഷേധിക്കുകയും ചെയ്യുക. ആ ദരിദ്രാവസ്ഥയിൽ നിൽക്കുന്നവന് നിരീശ്വരവാദി എന്ന് പേര് വരും, ചിലപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മുഖം വരും, അല്ലെങ്കിൽ വളരെ പരിഷ്കാരി എന്നുള്ള നാമധേയം വരും, ഒക്കെ ആയിരിക്കാം. പക്ഷേ എന്ത് പരിഷ്കാരം? മൃഗതുല്യമായ ജീവിതം നയിച്ച് മനസ്സിൻ്റെ വ്യാപാരത്തിൽ ജന്മസിദ്ധമായ വാസനകൾക്ക് അപ്പുറത്തേക്ക് ജീവൻ്റെ സ്വഭാവവിശേഷങ്ങളെ വളർത്താൻ പരിശ്രമിക്കാത്ത ആ നിരർത്ഥകമായ ജീവിതത്തെ വാഴ്ത്തിപ്പാടുകയും അത് അംഗീകരിക്കപ്പെടുകയും അങ്ങനെയുള്ളവർ ലോകപ്രമുഖന്മാരായി മാറുകയും ചെയ്യുന്ന ഒരു സമാജത്തിൽ എന്താ ഇനി അടുത്ത കാര്യ? ആ മനസ്സിൻ്റെ അടുത്ത അവസ്ഥയെന്ന് പറയുന്നത് ആവലാതിയുടേതാണ്. മനസ്സിൻ്റെ വേറൊരു സ്വഭാവമാണ് ആവലാതി. അതിലും നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിൽ ദരിദ്രന്മാർ കുറപ്പോൾ ചില സമയത്ത് ചില ആശ്രമമായിട്ടോ അല്ലെങ്കിൽ ചില ഭക്തിയുടെ മാർഗത്തിലേക്കോ അല്ലെങ്കിൽ ചില ആധ്യാത്മിക മാർഗത്തിലേക്കോ ക്രമേണ പ്രവേശിച്ചാൽ അതിൻ്റെ ലക്ഷ്യം ഉടനെ തന്നെ അവർ രൂപപ്പെടുത്തിയെടുക്കും. ആവലാതി പറയുക, ആവലാതിപ്പെടുക. ജന്മത്തെക്കുറിച്ച് ആവലാതി, ജീവിതത്തെക്കുറിച്ച് ആവലാതി, കിട്ടിയതിനെക്കുറിച്ച് ആവലാതി, തൃപ്തമല്ലാത്ത മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുക. ഈ ആവലാതിയുടെ ലോകം അതിലും അപകടമാണ്. ഈ നിഷ്ക്രിയമായിരിക്കുന്ന ദരിദ്രൻ്റെ മനോഭാവത്തെക്കാളും അപകടകാരിയാണ് ആവലാതിയുടെ ലോകം. ഈ ആവലാതിയുടെ ലോകത്തിലിരിക്കുന്ന ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുടെ മുന്നിൽ ഏത് മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? എൻ്റെ ആധ്യാത്മിക ജീവിതവും എൻ്റെ ആധ്യാത്മിക പ്രഭാഷണങ്ങളും എൻ്റെ വായനയും എൻ്റെ പുസ്തകരചനയും എൻ്റെ ആശ്രമബന്ധങ്ങളും എൻ്റെ ആധ്യാത്മികമായ എല്ലാ സബരികളും എനിക്ക് സമൂഹത്തിൽ സ്ഥാനം നൽകിയില്ല എന്നുള്ള ഒരു അപകർഷതാബോധത്തോടു കൂടി ഞാൻ പലരെയും കുറ്റം പറഞ്ഞുകൊണ്ട്, ആധ്യാത്മിക തേജസ്സായിരിക്കുന്ന പലരെയും കുറ്റം പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എന്നെ കാണുന്ന മകൻ്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ആവലാതിക്കാരനായ എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ നിന്ന് എന്ത് ആധ്യാത്മിക പ്രഭാഷണം കേട്ടിട്ട് എന്താ കാര്യമെന്ന് അവൻ പറയും. അവനെ വിളിച്ചാൽ അവനോട് വന്നിരിക്കില്ല. കാരണം അച്ഛനെ അവൻ നേരിട്ട് അറിഞ്ഞിരിക്കുന്നു. പള്ളിക്കോട് ആശ്രമത്തിലെ വിശ്വാസികളുടെ മുന്നിൽ എനിക്ക് അഭിനയിക്കാം, പക്ഷേ എന്നെ പൂർണ്ണസമയം കാണുന്ന എൻ്റെ മകൻ്റെ മുന്നിൽ എത്ര കാലം ഞാൻ അഭിനയിക്കും? അവൻ എന്നെ നേരിട്ടറിയാം. ഇതാണ് പ്രയാസം. ആവലാതിയുടെ മനസ്സ്, യാചകൻ്റെ മനസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മഹർഷി പറഞ്ഞ വാക്കാണ്, ഞാൻ എൻ്റെ വാക്കല്ല പറയുന്നത്. ദരിദ്രൻ്റെ മനോഭാവം, യാചകൻ്റെ മനോഭാവം, അതൃപ്തിയുടെ മനോഭാവം, തൃപ്തിയില്ലാത്ത മനസ്സ്, ഇത് രണ്ടും എത്ര രൂക്ഷമാണെന്ന് ആലോചിച്ച് നോക്കും. അഭ്യസ്തവിദ്യരായ എല്ലാ സുഖസൗകര്യങ്ങളിലും ജീവിക്കുന്ന ആധുനിക മനുഷ്യൻ്റെ മനോഭാവമാണ് ഞാൻ പറഞ്ഞ 2 വാക്ക്. ഇനി മൂന്നാമത്തെ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്നറിയാമോ? കാമത്തിൻ്റെതാണ്. അനാവശ്യമായ ആഗ്രഹങ്ങൾ മനസ്സിൽ നിറച്ചുകൊണ്ട് ഏത് പ്രവർത്തനത്തിൽ വരുമ്പോഴും, ഞാൻ ഇവിടെ ഇരുന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുക്കുമ്പോഴും നാളെ ഇതിൽ നിന്ന് എനിക്കുണ്ടാകാൻ പോകുന്ന ഭൗതിക വൃത്തികളെക്കുറിച്ചും ഭൗതിക നേട്ടങ്ങളെക്കുറിച്ചും എൻ്റെ മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഏത് ചെയ്യുമ്പോഴും സ്വാർത്ഥമായ ഒരു ലാഭമില്ലാതെ ആ കാര്യത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നിരന്തരം പ്രേരിപ്പിക്കുന്ന മനസ്സുമായിരിക്കുന്നു കാമാർത്ഥമായ മനസ്സ്. ആ കാമം വെറും സ്ത്രീകളുടെ മനസ്സല്ല, സ്ത്രീബോധത്തെ അല്ല പറയുന്നത്. അനാവശ്യമായ ഒരുപാട് ഭൗതിക സൃഷ്ടികളെ ആഗ്രഹിക്കുന്ന മനസ്സ്, അത്
ആദ്യം പറഞ്ഞ ദരിദ്രനേക്കാളും അപകടകാരിയാണ്. അത് ആശ്രമങ്ങളിൽ അങ്ങനെയുള്ള മനസ്സുമായി പ്രവേശിക്കുന്നവർ ആ ആശ്രമത്തെ നശിപ്പിക്കും. അങ്ങനെയുള്ളവരുടെ സാമീപ്യം തന്നെ സത്സംഗത്തെ ഇല്ലായ്മ ചെയ്യും. അവനവൻ്റെ ഇഷ്ടത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി വളരെ ഉന്നതമായി പ്രവർത്തിക്കുന്ന സങ്കേതങ്ങളെ അവർ നശിപ്പിക്കും. ഇത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുണ്ടാവുന്നു, ആധ്യാത്മിക സാധനങ്ങൾ ക്ഷേത്രങ്ങളിലുണ്ടാവുന്നു, പൊതുപ്രസ്ഥാനങ്ങളിലുണ്ടാവുന്നു, എവിടെയും ഇത് അനുഭവപ്പെടുന്നു. സ്വാർത്ഥതയുടെ മനോഭാവം അത് കാമത്തിൻ്റെതാണ്. ഇനിയും മഹർഷി നമ്മളോട് പറഞ്ഞു, ഈ മൂന്നിനെയും അതിജീവിച്ചുകൊണ്ട് നിരന്തരമായ സാധനയിലൂടെ ശ്രദ്ധേയമായി മനസ്സിനെ ശാന്തമാക്കുന്ന ഭക്തിയുടെ നിർനിമേഷമായ ഭാവം, ഭക്തിയുടെ മനസ്സ്. ആ ഭക്തിയുടെ മനസ്സ് സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് സത്സംഗം യാഥാർത്ഥ്യമാവുകയും അനുഭവിക്കുകയും ചെയ്യുക. ദരിദ്രൻ്റെ മനസ്സിൽ എന്തുണ്ടാവും? ദരിദ്രൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടാവാൻ വഴിയുണ്ട്. ചോദ്യങ്ങൾ ആവർത്തിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ വിപരീത അർത്ഥങ്ങളെ ചിന്തിക്കും. രാമകൃഷ്ണ മിഷൻ ഹിന്ദു ആചാരങ്ങളെ പിന്തുടരുന്നത് കൊണ്ട് മറ്റ് സമുദായങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നവൻ ചിന്തിക്കും. ഹിന്ദുക്കളുടെ ഇടയിലെ ഏത് വർഗത്തെയാണ് രാമകൃഷ്ണ മിഷൻ ശ്രദ്ധിക്കുന്നത് എന്നവൻ ചിന്തിക്കും. അപ്പോൾ ദരിദ്രമായ മനോഭാവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്താണ്? അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചിന്തയെ വകതിരിച്ചു കൊണ്ടുപോകും. അവന് പ്രയോജനമില്ലാത്ത, സമൂഹത്തിന് പ്രയോജനമില്ലാത്ത മാനസികാവസ്ഥയിലേക്ക് എല്ലാത്തിനെയും കൊണ്ടുപോകുന്ന രീതി ഉണ്ടാകും. ഇത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പൊതുപ്രവർത്തനങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിലും ഇങ്ങനെയുള്ളവർ പ്രവർത്തിക്കും. ഈ മാനസിക വികാസമില്ലാത്ത ദരിദ്രമായ മനസ്സാണ് ഇന്ന് പലപ്പോഴും പല ക്ഷേത്രങ്ങളുടെയും പല ആശ്രമങ്ങളുടെയും പ്രവർത്തനത്തിൻ്റെ ഈ മന്ദതയ്ക്ക് കാരണം. ഇതിനുശേഷം നമ്മൾ വിചാരിക്കും, ഈ ദരിദ്രനുമായ അവസ്ഥയിലുള്ള ആളുകളുടെ കുഴപ്പം എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് പ്രത്യേകിച്ചും മനസ്സിൻ്റെ ഉന്നമനത്തെക്കുറിച്ച് ബോധമില്ല, അവരത് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ആഗ്രഹമില്ലാത്ത ആളുകൾ ഇതിൽ നിന്ന് പിന്മാറാനും സാധിക്കുന്നില്ല. അവർ ഇതിൽ നിന്ന് പിന്മാറുകയില്ല, അവർ ആവശ്യമില്ലാതെ ഇതിൽ പ്രവർത്തിക്കുകയും ആവശ്യമുള്ള പുരോഗതി സ്വയം നേടാതെ മറ്റുള്ളവർക്കുള്ള അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ ദരിദ്രാവസ്ഥയിൽ നിന്ന് യാചകൻ്റെ അവസ്ഥയിലെത്തുമ്പോൾ മറ്റാരെയും അവർ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അവൻ്റെ സ്വന്തം കാര്യത്തിലെ അതൃപ്തി മാത്രമാണ് അവിടെ വിഷയം. കുടുംബത്തെപ്പോലും ശ്രദ്ധിക്കുന്നില്ല. അയാളുടെ മാത്രം ചില ആവശ്യങ്ങളെ മാത്രം ചിന്തിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ മനസ്സുമായിട്ടാണ് ആവലാതിക്കാരൻ്റെ മനസ്സ്. മൂന്നാമത്തവൻ്റെ കാമം എന്ന് പറയുന്നത് അവിടെ ചിലപ്പോൾ രാവണഭാവത്തോടുകൂടി തൻ്റെ ആഗ്രഹത്തെ ആഗ്രഹിക്കുമ്പോൾ തനിക്ക് സുഖത്തിന് വേണ്ടി എല്ലാവരും തയ്യാറാകണമെന്നുള്ള ഒരു ബോധത്തിലേക്കും വരാം. ഇതിനൊക്കെ അതീതമായി ഭക്തിയുടെ നിർനിമേഷമായ ഭാവത്തിൽ കാണാൻ കഴിയുമ്പോഴാണ് രാമകൃഷ്ണദേവൻ നമുക്ക് മാതൃകയാവുക. ഉന്നത വിദ്യാഭ്യാസവും ഉന്നത കുലജാതനുമായിരുന്ന നരേന്ദ്രൻ നമുക്ക് മാതൃകയാവുന്നത് ഭക്തിയുടെ ഭാവം മനസ്സിൽ വരുമ്പോൾ മാത്രമാണ്. ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് സന്യാസത്തിൻ്റെ പാത സ്വീകരിച്ച ജ്യേഷ്ഠൻ്റെ പാത മനസ്സിലാകുന്ന വിശ്വനാഥൻ ചേട്ടൻ ആ മനസ്സ് വരുമ്പോഴാണ്. അല്ലെങ്കിൽ ഒരാശ്രമത്തിൽ നിന്ന് ഇറക്കി വിട്ട് ആ 6 സഹോദരിമാരായ അമ്മമാരെയും വിളിച്ചുകൊണ്ട് ആ റോഡിലൂടെ നടന്ന ഭാവത്തെ അടങ്ങി വീട്ടിയിരുന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്ന മനസ്സിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് ഈ 3 തലങ്ങളും കഴിഞ്ഞ് ഭക്തിയുടെ ഭാവത്തിൽ എത്തുമ്പോൾ മാത്രമേ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയൂ. അല്ലേ? ഈ ആളുകേടാത്തരത്ത് വന്ന് രണ്ടുപേരും കുത്തിയിരിക്കുന്നത് ജീവിതത്തിൻ്റെ എന്ത് സാധിക്കാനാണെന്ന് ഭൗതികമായ ദൃഷ്ടിയോടെ ചിന്തിക്കുന്നവന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പശുവിൻ്റെ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ മാറി ചിന്തിക്കാനുള്ള ബോധതലത്തിലേക്ക് നമ്മൾ ഉയരണം. അതുകൊണ്ടാണ് 2 രീതിയിലുള്ള വിദ്യാഭ്യാസം ആവശ്യമുണ്ട്. ഒന്ന് തലച്ചോറിൻ്റെതാണ്. തലച്ചോറിൻ്റെ വിദ്യാഭ്യാസം നമ്മൾ മുന്നോട്ട് പോയി ഒരുപാട് ബുദ്ധിമാന്മാരെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ തലച്ചോറിൻ്റെ വികാസത്തിനനുസരിച്ചിട്ട് എന്തുകൂടെ വികസിക്കണം? ഹൃദയത്തിനൊരു വിദ്യാഭ്യാസമുണ്ട്. ഹൃദയത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ വന്ന അപജയമാണ് അല്ലെങ്കിൽ അപര്യാപ്തതയാണ് ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ബുദ്ധിയുടെ മാത്രം വികാസത്തിലിരിക്കുന്നവനെ നമ്മൾ മാന്യനാക്കുന്നു, അവന് നമ്മൾ സമ്മാനം കൊടുക്കുന്നു, അവൻ എവിടെയും അംഗീകരിക്കപ്പെടുന്നു, അവൻ ജീവിതത്തിൽ വിജയിയായി പ്രഖ്യാപിക്കപ്പെടുന്നു. പക്ഷേ ഈ സമാജത്തിൽ ബുദ്ധിയെ നമ്മൾ അവഗണിച്ചിട്ടില്ല. പക്ഷേ ഏവം ബുദ്ധിയെ പരബുദ്ധ, ആ ബുദ്ധി ലഭിക്കാത്തവൻ്റെ ബുദ്ധി അപകടകാരിയാണ്. അവൻ ആറ്റംബം ഉണ്ടാകും. അവൻ ഉണ്ടാക്കുന്ന എല്ലാ ഉപകരണങ്ങളും എന്തിനായിരിക്കും? ക്രിയേറ്റിവിറ്റിയേക്കാൾ ഉപരി അവൻ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും.
നിർമ്മാണത്തിനേക്കാൾ ഉപരി നശീകരണത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നതിൻ്റെ ബുദ്ധിയുടെ വികാസം തന്നെയാണ്. പക്ഷേ ആ ബുദ്ധിവികാസത്തെ വളരെ സംതൃപ്തമായി നിലനിർത്തിയിരുന്ന ഹൃദയവികാസമാണ്. ഹൃദയവികാസത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്താണ് ഈ സമാജം. ഈ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യം അതാണ്. ഹൃദയവികാസം ഇല്ലാത്തവൻ്റെ ബുദ്ധിവികാസം അപകടകാരിയായിരിക്കും. അതിന് പേരിട്ടപ്പം നമ്മൾ കുറച്ച് പരാവിദ്യയെന്നും അപരാവിദ്യയെന്നും വിളിച്ചു എന്നുള്ളത്. വേദ ഉപനിഷത്തും പഠിച്ചവനെ പോലും അംഗീകരിച്ചില്ല സന്യാസി. നീ വേദം ഉപനിഷത്തും പഠിച്ചോളൂ, അത് അപരാവിദ്യയാണ്. ഇവിടെ വേണ്ടത് പരാവിദ്യയാണ്. പരമാനന്ദം തരുന്ന ആത്മവിദ്യയ്ക്ക് മാത്രമേ ഇവിടെ പ്രാധാന്യമുള്ളൂ. അത് നീ ഏത് സ്രോതസ്സിലൂടെയും സ്വീകരിച്ചോളൂ. അതിന് തക്ക മാനസികാവസ്ഥയിലേക്ക് നീ എത്തിയില്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചോളൂ എന്ന് മാത്രമേ നാം പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ആ യാത്രക്കിടയിൽ ഒരു ഇടവേള മാത്രമാണ് ഈ ഇരിപ്പ്. ഇതിവിടുന്ന് കിട്ടുമെന്നൊന്നും ഉറപ്പില്ല, ഏത് സമ്പ്രദായത്തിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പില്ല. പക്ഷേ ഈ യാത്ര തുടരുക തന്നെ വേണം. ആ ഹൃദയവികാസത്തിൻ്റെ ബുദ്ധി ഉണ്ടല്ലോ, ആ ഹൃദയവികാസത്തിൻ്റെ ആ ചോദനുണ്ടല്ലോ, ആ ഹൃദയത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉപേക്ഷിക്കരുത്. അതിനുള്ള ചോദന എൻ്റെ അടുത്ത തലമുറയിലേക്കും പകരാൻ കഴിയണമെന്ന് മാത്രമായിരിക്കണം പ്രാർത്ഥന. എൻ്റെ മകൻ ഉന്നത വിദ്യാഭ്യാസം കിട്ടി, ഉന്നത വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങി ഉന്നതമായ ജോലി അവിടെ നിന്ന് കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന എൻ്റെ മൂഢമായൊരു മനസ്സുണ്ട്. അവിടെയാണ് ഞാൻ പരാജയപ്പെട്ടത്. അവിടെ അവന് കൂട്ടിന് പോകേണ്ട ചില സാധനങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ ഞാൻ മറന്നുപോയി. അവൻ ഉപ്പിലിട്ട സാധനങ്ങളും പലഹാരങ്ങളും കൊടുത്തുവിട്ട പണ്ടത്തെ കാലം മാറി. അവൻ ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ തക്ക രീതിയിലുള്ള പണം ഓൺലൈനിലൂടെ അയച്ചു കൊടുത്താൽ മതിയെന്ന് ആഗ്രഹിച്ച് ഞാൻ സ്വസ്ഥനായിരിക്കുകയാണ്. എന്നാൽ അവന് ഭക്ഷണത്തിൻ്റെ ആവശ്യങ്ങൾക്കുപരി, ബുദ്ധിയുടെ ഭക്ഷണത്തിനുപരി ഹൃദയത്തിൻ്റെ ഭക്ഷണം എന്നൊരു സാധനമുണ്ടെന്നും അത് കൊടുക്കേണ്ടത് എൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവന് കിട്ടേണ്ടതാണെന്നും അതിന് മനസ്സുകൊണ്ട് ഞാൻ തയ്യാറായിട്ടേ അവളെ സ്വീകരിക്കാവൂ എന്നും ഞാൻ പഠിക്കേണ്ടിയിരുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങേണ്ടതല്ല. അതിന് ഞാൻ തയ്യാറാകണമെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും കഴിച്ച ഭക്ഷണത്തിലൂടെ ആ ഉള്ളിൽ പ്രവേശിച്ച തത്വങ്ങൾക്കുള്ളിൽ ഈ ആത്മബോധം ഉണ്ടാവണമെന്ന് പഠിച്ചത്. ഭഗവത്ഗീത അർജുനൻ ഉപദേശിച്ചിട്ട് പറഞ്ഞു, അർജുന ഞാനല്ല, ഞാൻ നിനക്കല്ല ഇത് ആദ്യം പറഞ്ഞത്. ഞാൻ വിവസ്വാന് ഇത് പറഞ്ഞു കൊടുത്തു, വിവസ്വാന് ഉപമന്യുവിന് പറഞ്ഞു കൊടുത്തു, അത് അവിടുന്ന് മനുവിന് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഭഗവാൻ കൃഷ്ണൻ ഇത് ആദ്യമേ പറഞ്ഞ് ഓരോ തലമുറയെയും അച്ഛന്മാരെ പഠിപ്പിച്ച് അച്ഛന്മാരടുത്ത തലമുറയെ പഠിപ്പിച്ചതാണ് ഭഗവത്ഗീത. എന്ന് പറഞ്ഞാൽ ആത്മവിദ്യ പാരമ്പര്യമായിട്ട് കിട്ടേണ്ടതാണ്. അത് കുടുംബത്തിൻ്റെ സ്വത്താണ്. ഇതെവിടെ വെച്ചോ നിനക്ക് നഷ്ടപ്പെട്ടു അർജുന. ശന്തനു മഹാരാജാവ് വരെ കുഴപ്പമില്ലാതെ പോയി, അവിടെ വെച്ച് നിന്റെ കുടുംബത്തിൽ ആ ഒഴുക്ക് നിന്നു. എന്താ കാരണം? അച്ഛൻ പ്രഗത്ഭനാണ്, ചന്ദ്രവംശത്തിലെ ഏറ്റവും പ്രമുഖനായ രാജാവാണ്, പാരമ്പര്യമുള്ളവനാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? ഗംഗാദേവിയെ കണ്ടപ്പോൾ സ്വന്തം രാഷ്ട്രത്തിൻ്റെ ഹിതത്തെ ജീവിക്കേണ്ട രാജധർമ്മത്തെ വ്യതിചലിച്ച് ചിന്തിക്കാൻ തുടങ്ങി. സ്ത്രീയിൽ അനുരക്തനാകുന്നതിൽ തെറ്റില്ല, പക്ഷേ രാജധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ ധർമ്മക്ഷോഭം ഉണ്ടായി, ധർമ്മലോപം ഉണ്ടായി. ആ ധർമ്മലോപത്തിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായി? ആ അച്ഛൻ എന്ന ധർമ്മത്തിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകരേണ്ട ധർമ്മബോധത്തെ പറഞ്ഞു കൊടുക്കാനുള്ള യോഗത്തിൽ നിന്ന് അച്ഛൻ പിൻവാങ്ങി. അവിടെ വെച്ചൊരു ഒഴുക്ക് മുറിഞ്ഞു. അതിൻ്റെ അടുത്ത ഫലം എന്താണ്? 8 മക്കളെയും നഷ്ടപ്പെട്ട് 8ാമനെ നഷ്ടപ്പെടുതെന്ന് കരഞ്ഞു നിൽക്കുന്ന ആ അച്ഛൻ്റെ സ്വഭാവം അവിടെ വെച്ച് ഗംഗാദത്തൻ കയ്യിൽ കിട്ടിയപ്പോഴും ഗംഗയെ ഉപേക്ഷിച്ചിട്ട് മകനെ സ്വീകരിച്ച അച്ഛനും തൃപ്തിയായില്ല. വീണ്ടും സത്യവതിക്ക് മുന്നിൽ സമർപ്പണം ചെയ്യുന്നവനെയാണ് കാണുന്നത്. അവിടെ അച്ഛന് പെണ്ണന്വേഷിച്ചു പോകേണ്ട മകനെ നാം കാണുന്നു. മകന് ഭാര്യ അന്വേഷിക്കുന്ന അച്ഛൻ ധാർമ്മികൻ. പക്ഷേ അച്ഛന് ഭാര്യ അന്വേഷിക്കേണ്ട മകൻ എന്ന് പറയുമ്പോൾ ഏത് കുടുംബത്തിലാണെങ്കിലും അത് അധർമ്മം തന്നെയാണ്, ഏത് സാഹചര്യത്തിലാണെങ്കിലും. ആ അധർമ്മത്തിൻ്റെ ബാക്കി പത്രം എന്തായിരുന്നു? മഹായുദ്ധം. 11 7 ചേർത്ത് 18 അക്ഷൗണി തീർന്ന് ആകെ 10 പേര് ബാക്കി വന്ന ആ യുദ്ധത്തിൻ്റെ ബാക്കി ചിത്രം എന്താണ്? വളരെ ദയനീയമാണ്. ഇതൊരു കുടുംബത്തിൻ്റെ ചരിത്രമാണ്. പക്ഷേ ആ കുടുംബം ലോക നിയമങ്ങൾ പാലിക്കപ്പെടേണ്ട രാഷ്ട്രമാണ്, രാജ്യത്തെ ഭരിക്കേണ്ട രാജാവിന് പറ്റിയ ക്ഷതമാണ്. ഇതുകൊണ്ട് ഇതേപോലെ നമ്മളുടെ ഓരോ കുടുംബങ്ങളിലുണ്ടായ ധർമ്മച്യുതിയുടെ അനന്തര ഫലമാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവിക്കുന്നത്. ഇതിനെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ടാണ് അർജുനനോട് പറഞ്ഞത്, അർജുന നിനക്ക് ഞാൻ ഈ പറയുന്ന നേരത്തെ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്ത, പക്ഷേ നിനക്കിത് കിട്ടാതെ പോയി. ഞാൻ നിൻ്റെ കൂടെ ഇത്രയും നാൾ ഉണ്ടായിട്ട് നിനക്കിത് പഠിക്കാനും തോന്നിയില്ല. എന്താ കാരണം? നീ വിചാരിച്ചു നീ പഠിച്ച ബുദ്ധിയുടെ പഠനമുണ്ടല്ലോ, അതുകൊണ്ട് നീ എല്ലാം തികഞ്ഞുവെന്ന്. എല്ലാം പഠിച്ചവനാണ് അർജുനൻ. നമ്മുടെ മക്കളും ഇന്ന് എല്ലാം പഠിച്ചവരാണ്. എല്ലാ അഭ്യാസങ്ങളും പഠിച്ചവരാണ്. ഏത് പഠിച്ചില്ല? ജീവിക്കാനുള്ള അഭ്യാസം പഠിച്ചിട്ടുണ്ട്. ഇത് പ്രായോഗികമായ തലത്തിൽ ഉപയോഗിക്കാൻ പഠിച്ചില്ല. ഹൃദയത്തിൻ്റെ ഭാഷ പഠിച്ചില്ല. ഹൃദയവികാസത്തിൻ്റെ ഭാഷ പഠിച്ചില്ല. അവിടെയാണ് ഹൃദയത്തിൻ്റെ ഭാഷ പഠിപ്പിക്കാൻ, ഹൃദയത്തിൻ്റെ ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യുദ്ധഭൂമിയിൽ തയ്യാറായി നിന്ന് അർജുനനെ വിളിച്ചത്.
എന്നിട്ട് പറഞ്ഞു, നീ വലിയ പണ്ഡിതനാണെന്നൊരു തോന്നലുണ്ടല്ലോ നിനക്ക്, അല്ലേ? എന്നിട്ട് പറഞ്ഞ ആ ക്ലൈബ്യം മാസമക പാർത്ഥ എന്ന് പറയാനൊരു മനസ്സ് വന്ന് ഭഗവാൻ. അപ്പം നമ്മുടെയും കൂടെ ഭഗവാനുണ്ട്. പക്ഷേ കൂടെയുള്ള ഭഗവാനോട് ഭൗതിക ദൃഷ്ടിയിൽ മാത്രം ചിന്തിക്കുന്ന, ബുദ്ധിവികാസത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന അച്ഛനും അമ്മയും മക്കളും ഒരു കുടുംബത്തുണ്ടാകുമ്പോൾ എന്തുണ്ടാവും? ഹൃദയവികാസത്തിന് സഹായിക്കുന്ന ഭഗവാനെ മറന്നുപോകും. ഇവിടെയാണ് പ്രയാസം, ഇവിടെയാണ് ആധ്യാത്മികതയുടെ കുറവ്. ഹിന്ദു സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം അതാണ്. മകനെ ക്രിയേറ്റീവ് ആക്കാൻ ശ്രമിക്കുമ്പോഴും എന്താക്കാൻ ശ്രമിക്കുന്നില്ല. അതാണ് സംഭവം. വളരെ ക്രിയേറ്റീവാണ് അയാൾ, പക്ഷെ എന്തില്ല? അക്സെപ്റ്റൻസ് ഇല്ല, സ്വീകാര്യതയില്ല, ശിവ ശക്തി ഐക്യമില്ല. ആ ആ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ആ അർദ്ധനാരീശ്വരത്തിൽ ശിവൻ അവനിൽ വ്യക്തമാണ്, ബുദ്ധിവികാസത്തിൽ അവൻ മുന്നിലാണ്, പക്ഷെ അവൻ്റെ മാതൃഹൃദയം വികസിച്ചിട്ടില്ല. വളരെ ക്രിയേറ്റീവാണ്. അക്സെപ്റ്റൻസ്, സ്വീകാര്യത, ഒരു മാതൃത്വത്തിൻ്റെ സ്വീകാര്യതയുണ്ട്. പഠിച്ചു മിടുക്കനായാലും വൃദ്ധനായ എൻ്റെ അച്ഛൻ എത്രയധികം കഠിനാധ്വാനം ചെയ്ത് എത്രയോ തപസ്സനുഷ്ഠിച്ചാണ് എന്നെ ഈ നിലയിൽ എത്തിയെന്നുള്ള മനോഭാവം വളരുന്നില്ല. കോളേജ് വിദ്യാഭ്യാസത്തോട് ഞാൻ നേടിയ മിടുക്കുകൊണ്ട് എൻ്റെ അമ്മയും അച്ഛനും വളരെ നിസ്സാരനാണെന്നും അവർ പറയുന്നതല്ല ചിന്തിക്കേണ്ടതെന്ന് അല്ല, അവരുടെ തപസ്സാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്നും എൻ്റെ പൂർവികർ ചെയ്ത നന്മയാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്നും ഒരു തിരിച്ചറിവുണ്ട്. ഇതാണ് അക്സെപ്റ്റൻസ്. ഇതിനെയാണ്, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരാളിൽ പൂർണ്ണത ഉണ്ടാവുക. നമ്മൾ ഒരുപാട് വലിയവരെ സൃഷ്ടിച്ചു, ഒരുപാട് മിടുക്കന്മാരെ സൃഷ്ടിച്ചു, പക്ഷെ നല്ലവരെ സൃഷ്ടിക്കാൻ മറന്നുപോയി. ഈ നല്ലവരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസം ഇവിടെ നിലനിന്നിരുന്നു. ആ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് ഈ സത്സംഗം. ആ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് ഭഗവത്ഗീത പഠനം, അല്ലേ? ഇത് പഠിച്ചില്ലെങ്കിൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ആര് പറഞ്ഞു ഇതില്ലാതെ ജീവിക്കാം? വെറും സർവ്വസാധാരണയിൽ മൃഗത്തെ, ഞാൻ ഒരു കഥ ദിവസം വന്ന് സത്രത്തിൽ പറഞ്ഞ ഒരു കഥ, മൃഗങ്ങൾ വലിയ സമ്മേളനം നടത്തി ചോദിച്ചു, എന്തേ ഞങ്ങൾക്ക് ഇത്രയധികം ശേഷിയുണ്ടായിട്ടും ലോകത്ത് മനുഷ്യർക്ക് മാത്രം പ്രാധാന്യം കിട്ടാൻ? അവരുടെ സംശയമാണ്. ശരിയല്ലേ? ലോകത്തും മിടുക്കന്മാരെ നോക്കുമ്പോൾ, ശക്തി നോക്കുമ്പോൾ മൃഗങ്ങൾക്ക് ആ ശക്തി കൂടുതൽ, എന്നിട്ട് അവർക്ക് പ്രാധാന്യം കിട്ടുന്നില്ല. അവർ ചർച്ചയ്ക്ക് വെച്ചു. ഒരു മഹർഷിയെ കണ്ട് ചോദിച്ചു, എന്താ കാര്യം? മഹർഷി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്, പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് ജന്മനാ കിട്ടിയ സ്വഭാവവിശേഷങ്ങളിൽ നിന്ന് ഏതെങ്കിലും വ്യതിയാനം ഇത്രയും കാലത്തെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല. മനുഷ്യരോ, അവർക്ക് ജന്മസിദ്ധമായ ചില മൃഗീയ വാസനകൾ ഉണ്ടാവാം. അതിനെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും അതിനെ നിയന്ത്രിച്ചും സദ്ബുദ്ധിയോടുകൂടി അതിനെ വളർത്തി നിയന്ത്രിച്ച് എടുക്കാൻ അവർക്ക് ശേഷിയുണ്ടായല്ലോ. ആ ശേഷി ഉള്ളിടത്തോളം കാലം നിങ്ങളെക്കായാലും പ്രാധാന്യം അവർക്ക് കിട്ടും. അപ്പോൾ മൃഗങ്ങൾ സംശയം ചോദിച്ചു, അതവർ ഉപയോഗിച്ചില്ലെങ്കിലോ? നിങ്ങളെക്കായാലും കഷ്ടം. അപ്പോൾ ഇപ്പം മൃഗങ്ങൾ വളരെ സമ്മേളനം കൂടി ചിന്തിക്കുന്നുണ്ടാവും. എന്തായാലും ആ തരത്തിലുള്ളവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. തെളിവിന് എന്ത് കിട്ടും? ലോകത്തുള്ള പ്രമാദമായ കേസുകളൊന്നും തെളിയിച്ചിരിക്കുന്നത് പോലീസ് ഓഫീസർമാരല്ല കേട്ടോ. അല്ല, റിട്ടയർ ചെയ്തിട്ടുണ്ടോ? ഒന്നും പറയല്ലേ. പോലീസ് ഓഫീസർമാരല്ല. അല്പം ആഹാരം കൊടുത്ത് ഇച്ചിരി ട്രെയിനിങ് കൊടുത്ത അവിടുത്തെ പോലീസ് നായ്ക്കളാണ്. എന്താ അവരുടെ ഗുണം? ജന്മസിദ്ധമായി വാസന അറിയാനൊരു ഗുണമുണ്ട്, ഒരു മണം പിടുത്തം. ആ സാധനം മാത്രം ഉപയോഗിച്ച് ലോകത്തെ പ്രമാദമായ കേസുകൾ തെളിയിച്ചിരിക്കുന്നു. പരിശീലനം കൊണ്ടൊരു മൃഗം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ചെയ്തപ്പോൾ ലോകപ്രശസ്തമായ കേസുകൾ, ലോകപ്രമാദമായ കേസുകൾ തിരഞ്ഞെടുത്തു. മൃഗത്തെ ഇങ്ങനെ പരിശീലിപ്പിക്കാമെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ജനിച്ചു വളരുന്ന ഓരോ കുഞ്ഞിനെയും പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞുള്ളൂ. അതിനുള്ള യൂസേഴ്സ് മാനുവൽ കവർ പൊട്ടിക്കുമ്പോഴേ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതില്ലാതെ പോയി. 10,000-ൻ്റെ ഫോൺ വാങ്ങിക്കുമ്പം കിട്ടുന്നത് പോലെ ഈ കയ്യിലേക്ക് വന്ന ഓരോന്നിൻ്റെയും കൂടെ ഓരോ കുടുംബത്തും ഓരോ യൂസേഴ്സ് മാനുവൽ ഉണ്ടായിരുന്നു. ആരുടെയിലായിരുന്നേ? അമ്മൂമ്മമാരുടെ കയ്യിൽ. അവർ പറഞ്ഞ് എന്ത് കൊടുക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ വിടണം. ഇത് മറന്നുപോയി നമ്മൾ. അവരിൽ നിന്നത് കിട്ടുന്ന മറന്നുപോയി. അവിടെയാണ് സത്സംഗമില്ലാതെയായത്. ആ സത്സംഗമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ സത്സംഗമാണ് നമ്മുടെ കുടുംബത്തിലെ സത്സംഗം. പൂർവികരായ ഏതാണ്ട് 1-2 തലമുറയിൽപ്പെട്ട അമ്മമാരായിരുന്നു അവിടുത്തെ സത്സംഗ പ്രമുഖകൾ. അത് കുടുംബത്തില്ലാതെയായി. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ആലോചിച്ച് നോക്കുക, സ്വന്തം കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സൃഷ്ടിക്കപ്പെടാതെ ഏത് അന്തരീക്ഷത്തിൽ, ആശ്രമാന്തരീക്ഷത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യേണ്ട കാര്യം വരരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ആശ്രമം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥൻ്റെ ആശ്രമമാണ്. ഏത് ശ്രമം? ആ ശ്രമം ആ ക്ഷേത്രാന്തരീക്ഷത്തോടെ, ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തോടു കൂടി
ആധ്യാത്മിക സാധനയ്ക്ക് വേണ്ടി ഒന്നിച്ചു വന്നവരാണെന്ന തോന്നൽ സ്വന്തം കുടുംബത്തിൽ വളർത്തിയെടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ചോദനയുണ്ടല്ലോ, പ്രചോദനം, ആ പ്രചോദനത്തിൽ നിന്നാണ് ആശ്രമാന്തരീക്ഷത്തിലെ യാത്ര. അല്ലാതെ വീട്ടിൽ കിട്ടാത്തത് ആശ്രമത്തിൽ അന്വേഷിക്കുകയല്ല. വീട്ടിലെ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണമാണ് ആശ്രമം. അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥാശ്രമിയുടെ അധ്വാനത്തിൽ അധർമ്മം വ്യാപിച്ചപ്പോൾ അതിൻ്റെ അംശം സ്വീകരിക്കുന്ന ആശ്രമത്തിലും അധർമ്മം ഉണ്ടായി. ഗൃഹസ്ഥാശ്രമം ശ്രേഷ്ഠാശ്രമോ ധർമ്മ. ധർമാനുഷ്ഠാനങ്ങളിൽ സമ്പത്തുണ്ടാകുന്നത് ഗൃഹസ്ഥാശ്രമിക്ക് മാത്രമാണ്. ആ സമ്പത്ത് കൊണ്ട് വേണം ബ്രഹ്മചാരി ജീവിക്കാൻ, അതുകൊണ്ട് വേണം ആശ്രമം കഴിഞ്ഞുകൂടാൻ, അതുകൊണ്ട് വേണം വാനപ്രസ്ഥി എന്നില്ലെങ്കിൽ പോലും സങ്കല്പിക്കാൻ. ആ ഗൃഹസ്ഥാശ്രമിയുടെ ആശ്രമത്തിൽ മാലിന്യം വന്നാൽ അത് നേരെ രക്തത്തിൽ കലരുന്നത് പോലെയാണ്, മിനിറ്റുകൾക്കകം സമാജത്തിൽ മുഴുവൻ വ്യാപിക്കും. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമിയുടെ അശ്രദ്ധയും അധാർമികയുമായ ജീവിതത്തിന് പരിധി വരാതെ ആശ്രമങ്ങൾ നന്നാവുകയില്ല, ക്ഷേത്രങ്ങൾ നന്നാവുകയില്ല, സമാജം നന്നാവുകയില്ല. ഗൃഹസ്ഥാശ്രമി നന്നാവുക എന്ന് പറഞ്ഞാൽ ആര് നന്നാവുക? ഓരോ വ്യക്തിയും നന്നാവുക. ഇനി ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുടെ ജീവിത രീതി ശരിയല്ല, അല്ലെങ്കിൽ അവൾ രാവിലെ കുളിക്കുന്നില്ല, കുറിയിടുന്നില്ല, പാടുന്നില്ല എന്ന് പറയാൻ എനിക്ക് 100 നാവുണ്ടാവും. പക്ഷേ എൻ്റെ കുളിയും കുറിയിടലിനും അപ്പുറത്തേക്ക് എൻ്റെ സ്വഭാവവിശേഷത്തിൽ മനോവ്യാപാരം കൊണ്ട് ഞാൻ ദരിദ്രനാണോ, ആവലാതിക്കാരനാണോ, കാമിയാണോ, ഭക്തനാണോ എന്ന് സ്വയം അന്വേഷിക്കാനും ഊവാമൈ അല്ലേ? രമണ മഹർഷി പറഞ്ഞതുപോലെ അധികം സംസാരിക്കാതെ നീ ആരാണെന്നൊന്ന് വെറുതെ ചിന്തിച്ച് നോക്കൂ. ആ കാര്യത്തിൽ മാതൃകയാവാൻ സാധിക്കും. ഞാനും വിശ്വാസം ചേട്ടൻ ഇവിടെ വന്ന് എല്ലാവരെയും നന്നാക്കാൻ വന്നു എന്ന് ധരിക്കുന്നതിന് പകരം എന്തോ ചിലതൊക്കെ അറിയാൻ വന്നവരാണെന്ന് അറിയുകയും ഈ നിമിഷം മുതൽ ആ മാറ്റം സ്വയം ചിന്തിച്ചു സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ അവിടെ പരിവർത്തനം ആരംഭിക്കും. ഈ യാത്ര എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരെ നന്നാക്കാനാണെന്ന് ചിന്തിക്കുന്നതിന് പകരം സ്വയം നന്നാവാനാണെന്ന് ബോധ്യപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് സത്സംഗം. അതിന് ഗുരുദേവൻ സഹായിക്കുന്നു, ഇവിടെ വരുത്തുന്നു, ഇവിടെ ചിന്തിക്കുന്നു. എന്നിൽ എന്തൊക്കെയോ കുറവുകളുണ്ട്, ആ കുറവുകൾ പരിഹരിക്കാൻ ഞാൻ ഇവിടെ വന്നു എന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ സത്സംഗം ഫലവത്താവും. എൻ്റെ ഹൃദയവികാസത്തിൻ്റെ ഭാഷ എന്നിൽ നിന്ന് പോയിരിക്കുന്നു. എൻ്റെ ഹൃദയവികാസത്തിൻ്റെ പഠനം ചില ഭാഗങ്ങൾ ഞാൻ പഠിപ്പിച്ചില്ല, അത് പഠിക്കാൻ വന്ന ഇടമായി ഇത് മാറുന്നു. ആ ഹൃദയവികാസത്തോടുകൂടി ബുദ്ധിവികാസത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആ ഭാവത്തിലേക്ക് ഉയരുമ്പോൾ ലഭിക്കുന്ന ആ ആത്മസംതൃപ്തിയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തിത്വം എന്ന് പറയുന്നത്. ഈ വ്യക്തിത്വ വികാസമാണ് സത്സംഗത്തിൻ്റെ ഫലം. ബുദ്ധിവികാസത്തിൽ അഹങ്കരിക്കാതിരിക്കുകയും ബുദ്ധിവികാസം സമാജ നന്മയ്ക്ക് ഉപയോഗിക്കാൻ തക്ക പ്രാപ്തി ഉണ്ടാവുകയും ഈ ബുദ്ധിവികാസം ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടിയതാണെന്നും അത് സമാജസേവയ്ക്ക് വേണ്ടി ഈശ്വരൻ തന്ന അനുഗ്രഹമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ഹംബിൾ ആൻഡ് സിമ്പിൾ, അതിൽ നിന്ന് താഴേക്ക് വന്ന് വളരെ സൗമ്യമായി പ്രവർത്തിക്കാനുള്ള മനോഭാവത്തിലേക്ക് വളരുക. അല്ലേ? ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് പറഞ്ഞ അതേ ഭാവത്തോടു കൂടി തന്നെ അല്ലേ? ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ധായ. ആത്മമോക്ഷത്തെ ഉപേക്ഷിക്കണമെന്ന് ആരോടും പറഞ്ഞില്ല. പക്ഷെ അത് ജഗത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും ജഗത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും അനീതിക്കും എതിരായിട്ടാവരുത്. ജഗത്തിനെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. നിങ്ങളുടെ മോക്ഷം സമാജത്തെ നശിപ്പിച്ചുകൊണ്ടല്ല, സമാജത്തെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം ആ ദൗത്യം. അല്ലേ? അതെ, ഗീത ഗീത ഗീത, ത്യാഗി ത്യാഗി ത്യാഗി. അത് സിമ്പിളായിട്ട് പറഞ്ഞുള്ളൂ. അദ്ദേഹം ഈ ത്യാഗത്തിൻ്റെ ഭാവം എവിടെ നിന്ന് കിട്ടും? ബുദ്ധിവികാസത്തോടൊപ്പം ഹൃദയവികാസം ഉണ്ടാവണം. ആ വിദ്യ അഭ്യസിപ്പിക്കണം എന്നുള്ളതാണ്. ആ വിദ്യ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് സ്വയം ആ വിദ്യയിലേക്ക് വരിക. അപ്പോൾ നിരന്തരമായ ആ ചിന്ത വന്നു കഴിയുമ്പോൾ ഇതെല്ലാം അതിലടങ്ങും. അവർ പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അവർക്കും ഒരു യോഗമുണ്ട്. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മളിൽ പരിവർത്തനം വരുത്താൻ ഈ സാഹചര്യത്തെ വിനിയോഗിക്കുക. എനിക്ക് അനുവദിച്ച സമയം വരികയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ വിഷയം ഇതാണ്: സത്സംഗവും അതുപോലെ തന്നെ സ്വാധ്യായവും. ഈ സ്വാധ്യായത്തിൻ്റെ വഴി അടഞ്ഞിട്ടില്ല ഇന്ന്. അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ ഫോണിലൂടെ ആണെങ്കിലും ശരി, വായനയുടെ ആണെങ്കിലും ശരി, സത്സംഗത്തെ സ്വീകരിക്കുക. അതേപോലെ തന്നെ സ്വാധ്യായത്തെ എവിടെയും സ്വീകരിക്കാമല്ലോ നമുക്ക്. സ്വാധ്യായത്തിന് പ്രത്യേകമായിട്ടുള്ള സംവിധാനം വേണ്ട, മനോഭാവം മാത്രം മതി. അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വന്നോളൂ. ഇനി പക്ഷേ സ്വാധ്യായത്തെ സ്വീകരിക്കേണ്ട വഴി എങ്ങനെയെന്ന് ചോദിച്ചാൽ, പലപ്പോഴും മുമ്പ് പറഞ്ഞതുപോലെ ഈ മായാഭാവം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അത് വേണ്ട രീതിയിൽ തെളിഞ്ഞു വരില്ല. എന്താണെങ്കിലും ശരി, അവിടെ നിന്ന് കിട്ടുന്ന വിഷയങ്ങളിൽ ഒരിക്കലും എന്ത് ചേർക്കാൻ പാടില്ല? സ്വാത്വിക ഗുണത്തിലെയോ രജോ ഗുണത്തെയോ ചേർത്ത് ചിന്തിച്ചോളൂ. പക്ഷെ ഒരിക്കലും തമോ ഗുണ പ്രധാനമായ വാക്കുകളോ തമോ ഗുണ പ്രധാനമായ ആളുകളിൽ നിന്നോ ഇത് ശ്രവിക്കരുത്.
രജോ ഗുണം ആവാം, സ്വാമിജി പറഞ്ഞതുപോലെ രജോ ഗുണം ആവാം ഒരിച്ചിരി ആവേശം നിൽക്കാൻ. പക്ഷെ അത് അധികം നിർത്തരുത്. അത് സാത്വിക ഭാവത്തിലേക്ക്, സാത്വികമായ ഭാവത്തിൽ നിന്നല്ലാതെ ഇതിനെ ശ്രവിക്കരുത്. അത് നമ്മളിൽ അനാവശ്യമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കും. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ സാത്വികരെ എവിടെ കണ്ടെത്തുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്രമാത്രം ഈ സാത്വിക ഭാവത്തിലേക്ക് മാറിയിട്ടുണ്ടോ, അതെങ്ങനെ? ഉച്ചാര തപസ്സിൽ, ആചാര തപസ്സിൽ, വിചാര തപസ്സിൽ, 3 തപസ്സിലും സാത്വികനായിട്ടുണ്ടോ? ഉച്ചാര തപസ്, വാക്കിൽ ശുദ്ധത ഉണ്ടാവും. ഈ വാക്കിലെ ശുദ്ധത ഒരുപാട് കാലം അഭിനയിക്കാൻ പറ്റില്ല കേട്ടോ. ഈ പ്രസംഗക്കാരെയൊക്കെ വിശ്വസിക്കരുത് നമുക്കൊരു പൊതുവെ തോന്നലില്ലേ? ശരിയാ അത് അല്ലേ? ശരിയാ. എന്താ കാരണം? ഈ വാക്കിലെ ശുദ്ധി കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മളെ തിരിച്ചറിയും. അപ്പോൾ വിചാരത്തിൽ ശുദ്ധി ഉണ്ടാവണം. അപ്പോൾ വിചാര തപസ്, ആചാരവും വിചാരവും, ഈ വിചാരവും ഉച്ചാരവും ശുദ്ധമാക്കണമെങ്കിൽ ആചാരം ശുദ്ധമല്ലാത്തതുകൊണ്ട് വിചാരവും ആചാരവും ശുദ്ധമാവില്ല. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. അങ്ങനെയുള്ളവരായി പിടിക്കപ്പെടുന്നത് ചിലയിടത്തൊക്കെ. ഇപ്പം എന്താ നാളെ എൻ്റെ അവസ്ഥയെന്ന് പറയാൻ പറ്റില്ലേ? ഈ കാപട്യം പുറത്തു വരും. അമ്മയ്ക്ക് ഇത് അറിയാൻ വയ്യാത്തതുകൊണ്ട് എന്നെ വിട്ടിരിക്കുന്നത്. സ്വാമി എൻ്റെ അറിഞ്ഞിട്ടില്ലല്ലോ ഉള്ളിലെ എന്താ സ്ഥിതിന്ന്. എൻ്റെ വീട്ടുകാർക്കും അറിയില്ല, അതുകൊണ്ടാണ് വീട്ടിൽ താമസിപ്പിരിക്കുന്നത്. അല്ലെ ഇവിടെ കണ്ടുപോരെന്ന് പറയും അല്ലേ? വിശ്വം ചേട്ടാ എന്നെ ശരിക്കും അറിയില്ലാന്നേ. പുറമേ കാണുന്ന ഭാവമല്ലേ ഉള്ളൂ. അതൊരു ദൈവാധീനമാണ് കേട്ടോ. അങ്ങനെ ഒരു ഇത് കഴിവ് നമുക്ക് തന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ശരിക്ക് അമ്മ എനിക്ക് തിരിച്ച് മനസ്സിലായി ഞാൻ എന്നെ ഇവിടെ ഓടിക്കും. ഉള്ള അറിഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ അത് പുറത്തു വരും. അതുകൊണ്ട് വിചാര തപസ്, ഉച്ചാര തപസ്, ആചാര തപസ്, ഭഗവത്ഗീതയുടെ തപസ്സാണിത്. എന്താ തപസ്? നിരന്തരമായി ഈ സാധനാമാർഗത്തിലേക്ക് വരും. ജീവിതമേ സാധനയാണ്. അതിന് എന്തായിക്കോട്ടെ. അപ്പോൾ വിചാരത്തിൽ നന്മ വരിക, ആചാരത്തിൽ നന്മ വരിക, അതിൻ്റെ സംസാരത്തിൽ നന്മ വരിക. ഇത് സാധിക്കില്ലേ നമുക്ക്? നമ്മൾ എന്തിനു മറ്റുള്ളവരെ കുറിച്ച് പറയുന്നു? എൻ്റെ കാര്യത്തിൽ ചിന്തയുണ്ട് എനിക്ക്. നമ്മൾ SWOT അനാലിസിസ്, ഈ മാനേജ്മെൻറ്റ് പഠിപ്പിക്കും, കമ്പനിയെക്കുറിച്ച് പഠിക്കും. SWOT അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ഈ 4 കാര്യം വെച്ചാൽ കമ്പനി അനാലിസിസ് ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്? കമ്പനിയുടെ സ്ട്രെങ്ത് ഇതൊക്കെയാണ്. മാരുതിയുടെ കാറിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്? മറ്റുള്ളവരെ അപേക്ഷിച്ച് മിടുക്കന്മാരായി ഇതിൽ കാര്യം. വീക്ക്നെസ്സോ ഇന്ന കുഴപ്പങ്ങളുണ്ട്. വീക്ക്നെസ് പെട്ടെന്ന് മാറില്ല കേട്ടോ. അത് ഉൾപ്പോൾ ജന്മനെ ഉള്ളത്, നമുക്കും ഉണ്ടതുപോലെ. പക്ഷേ സ്ട്രെങ്ത് എന്താണെന്ന് തിരിച്ചറിയുമോ? വീക്ക്നെസ് എന്താണെന്ന് അറിയണം. എവിടെ വീക്ക്നെസ് എന്ന് പറഞ്ഞില്ലേ ഉണ്ടല്ലോ, അത് പൂർവ്വജന്മാർജിതമാണ്, ഇപ്പോഴത്തേതും അല്ല. ഈ മറ്റ് എന്തെങ്കിലും ചെയ്യും പൂർവ്വജന്മാർജിത പിടിക്കാൻ പറ്റില്ല. ഇത് കാണുകയില്ല. ഈ ചുണ്ടനെലിയായിട്ടാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. ഗണപതിയുടെ കൂടെ ചവിട്ടി പിടിച്ചിരിക്കാവുള്ളേ. ഇത് എവിടുന്നേ ഇറങ്ങി വരുന്ന അറിയില്ല, എപ്പോഴാണ് വരുന്ന അറിയില്ല. ഇത് വെട്ടും. MBBSൻ്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും വെട്ടും, ഇലക്ഷൻ്റെ നോട്ടീസ് ആയാലും വെട്ടി കീറുക എന്നുള്ളതാണ്. യാതൊരു തത്വനിഷ്ഠയില്ല, പ്രവർത്തിക്കും. ഉള്ളിൽ കിടപ്പുണ്ട്, എവിടെയാണെന്നറിയില്ല, ചുണ്ടനാണ്. രാത്രിയിലേ ഇറങ്ങൂ, സമയം കിട്ടിയാലേ പുറത്തു വരൂ. അതുകൊണ്ട് ഈ ആധ്യാത്മിക സാധനയിൽ ഉയർന്നു നിൽക്കുമ്പോൾ പോലും, അതുകൊണ്ടാണ് അമ്മയോട് ചോദിച്ചില്ലേ സിൻമാൻ സാമിൽ നീ എന്തിനാണ് നാമം ചോദിക്കുന്നത്? എവിടുന്നാണ് ഇത് ഇറങ്ങി വരുന്ന അറിയാൻ പറ്റില്ലേ? എത്ര മഹാസന്യാസിമാർ പറയാൻ പറ്റില്ല. ആർക്കും ഈ പറയുന്നവരൊന്നും അല്ല. എപ്പോഴാ ഈവൻ അകത്തുനിന്ന് പ്രവർത്തിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ജന്മത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്, പൂർവ്വജന്മാർജിതമായ ദുരിതങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഉള്ളിലെ ദുരിതത്തെ അകറ്റാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. സത്സംഗത്തിലേക്കും സ്വാധ്യായത്തിലേക്കും പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവേശന പരീക്ഷ, എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ കോച്ചിങ് ക്ലാസ് എന്ന് പറയുന്ന നാമജപമാണ്. അല്ല വേറൊരു വഴിയില്ല. അത് അങ്ങനെ ആ ചെറുത് എഴുതുമ്പോൾ തൊട്ട് മേടി വരും. ഇത് തുറന്നുകൊണ്ടേയിരിക്കുക. അതൊരു മഹായജ്ഞമാണ്. സമയവും ശബ്ദവും 2 മഹാസാധനങ്ങളാണ് ഏറ്റവും വാലിഡ്. ഇത് രണ്ടുമാണ് ഹവിസ് കൊടുക്കുന്നത്. സമയം മോശപ്പെടാനാണോ? ശബ്ദം ഇത് രണ്ടും കൊടുത്താൽ മതി. ഇത് രണ്ടും ഹവിസ്. നാമജപം ഇത് മാത്രം ശീലിക്കുക, ഇത് ശീലിപ്പിക്കുക. ഇത് കിട്ടിയോ രക്ഷപ്പെട്ടു. പക്ഷേ ഉടനെ ട്യൂഷന് പോകണ്ടേ, എൻട്രൻസ് പഠിക്കേണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അവിടെയാണ് ചിന്ത. ഇത് വേണം വേണ്ടെന്നല്ല, ഇത് ബാലൻസ് ചെയ്ത് പോകണം. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ വിദ്യാഭ്യാസവും ബുദ്ധിയുടെ വിദ്യാഭ്യാസവും രണ്ടും കൂടി ബാലൻസ് ചെയ്തു പോയ ഭാരതത്തിൻ്റെ ശ്രദ്ധേയതയെ മനസ്സിലാക്കാത്തടത്തോളം കാലം ഈ വിദ്യയ്ക്ക് സംശയം തോന്നും. പക്ഷേ ഒരു കാലം കഴിയുമ്പോൾ, ഒരു തിരിഞ്ഞു നോട്ടം നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ എവിടെ വരെ പോകും നമുക്കറിയാമല്ലോ. ഇത് കുറ്റിയെ കെട്ടിയുള്ള അടിയാണ്. അങ്ങോട്ട് പോയിട്ട് എത്ര വരെ പോയാൽ അവിടെ വരെ പോകും, തിരിച്ചു വരും അല്ലേ? വരും. പക്ഷെ അവരെ നമ്മൾ കാത്തിരിക്കാൻ പറ്റില്ല. ഒരു സമൂഹം മുഴുവൻ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മളാലാവുന്നത് സ്വയം ചെയ്യുക. ഏത് സമയം അങ്ങനെ വരുമ്പോൾ ഒരാഗ്രഹമില്ല. ദൃഷ്ടി പ്രശസ്തിക്കും ഒന്നിനും പ്രതില്ല. വളരെ ലളിതമായ ജീവിതവും ശുദ്ധമായ ഭക്ഷണക്രമവും ഒക്കെ സമ്പാദിച്ച് വളരെ തൃപ്തമായ ജീവിതം.
ഞാൻ തൃപ്തനാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും തൃപ്തരാകും. എൻ്റെ അതൃപ്തിയാണ് എൻ്റെ കുടുംബത്തിൻ്റെ അതൃപ്തി. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, എങ്ങനെയാണ് ഞാൻ തൃപ്തനാക്കുക? എന്നെ ഞാൻ തൃപ്തനാക്കിയിരിക്കുന്നു. എങ്ങനെ? ആഗ്രഹങ്ങളൊക്കെ കുറച്ച്, ഈശ്വര ചിന്തകളൊക്കെ വെച്ച്. ആരും അസുഖമുണ്ടോ? അതൊക്കെ ഉണ്ടാവും. തൃപ്തിയാകാൻ ശ്രമിക്കും. അത് മാത്രമാണ് സത്സംഗത്തിൻ്റെ ഫലം. സത്സംഗം കൊണ്ട് സ്വയം തൃപ്തനാവും. ആ സോട്ട് അനാലിസിസ്, സ്ട്രെങ്ത് മനസ്സിലാക്കും, വീക്ക്നെസ് മനസ്സിലാക്കി വീക്ക്നെസ്സിനെ സൂക്ഷിച്ചിരിക്കുക. ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ, വീക്ക്നെസ് ഒഴിവാക്കാൻ പറ്റില്ല. അത് ആണ് ഇൻബോൺ ക്വാളിറ്റിയാണ്. അതിനെ കൺട്രോൾ ചെയ്യണം, സൂക്ഷിച്ചോണം. പിന്നെന്ത് ചെയ്യണം? സ്ട്രെങ്തിൽ മുറുകെ പിടിക്കുക. അതിനെയാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, അവസരം. പക്ഷേ വീക്ക്നെസ് ചിലപ്പോൾ അപകടം ഉണ്ടാക്കുമെന്ന് വെച്ചാൽ അത് ത്രെട്ടാണെന്ന് ഓർമ്മിക്കുക. അത് എപ്പോഴാണ് ഭീഷണി അറിയില്ല. ആണ് സോട്ട് അനാലിസിസ്. അത് സ്വയം ചെയ്ത് സ്വയം ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദേത് ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ വിപുരാത്മന. ഈ വീട്ടിൽ നിന്ന് ഒരിടത്തോട്ടൊന്നും ഇറങ്ങിപ്പോകാൻ സമ്മതിക്കുകയില്ല. ഇവള ഇതിനെല്ലാം കാരണം അല്ല. ഈ പിള്ളേരൊന്നിനും അനുവദിക്കില്ല, ഒന്ന് വായിക്കാൻ അതല്ല. ആരാ? നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് ശത്രു, നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് ബന്ധു. നന്നാവണമെന്ന് ആഗ്രഹമുണ്ടോ? എല്ലാ വഴിയും നമുക്ക് തിരിഞ്ഞു കിട്ടും. ഉദ്ധരേത് ആത്മനാത്മാനം. പറഞ്ഞു 5 മിനിറ്റ് കൂടുതലെടുത്തു അല്ലേ? സുഞ്ചേണല്ലേ? സുഞ്ചേണനാണല്ലോ.